ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 15 ജൂൺ 2015 തിങ്കൾ 1190 ഇടവം 32 ആയിരിക്കുന്നു. നമ്മുടെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് തന്നെ ലളിത് മോദിക്ക് പോർച്ചുഗൽ യാത്രയ്ക്ക് വഴിവിട്ട സഹായം, സുഷമ സ്വരാജിനെതിരെ ആരോപണം അത്ര ലളിതമല്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂസിലേക്ക് പോകാം. IPL അഴിമതി കേസിൽ പ്രതിയായ ലളിത് മോദിക്ക് ലണ്ടനിൽ നിന്നും പോർച്ചുഗലിലേക്കുള്ള യാത്രാരേഖകൾ അനുവദിക്കാൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറോട് ശുപാർശ ചെയ്ത വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിവാദക്കുരുക്കിൽ. കേന്ദ്ര സർക്കാരും BJPയും പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും സുഷമ രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. IPL അഴിമതി ആരോപണങ്ങളെ തുടർന്ന് 2010 രാജ്യം വിട്ട മോദി പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇന്ത്യയിൽ തിരച്ചിൽ നോട്ടീസ് നിലനിൽക്കുന്നതിനാൽ ലണ്ടൻ കേന്ദ്രമാക്കിയാണ് മോദിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ലളിത് കുമാർ മോദി 2020 മുതൽ പാലായനം വരെ എന്നൊരു ന്യൂസും കൂടിയുണ്ട്. ശതകോടികളുടെ ആസ്തിയുള്ള ബിസിനസ് കുടുംബാംഗം, മോദി എന്റർപ്രൈസസ് കമ്പനി പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറും, വിദേശ സർവകലാശാലകളിൽ നിന്നടക്കം ഉന്നത വിദ്യാഭ്യാസം, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വിലപിടിച്ചുള്ള ഇന്ത്യൻ സംരംഭം എന്ന വിശേഷണമുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL 2020 ക്രിക്കറ്റിന്റെ രൂപം നൽകി. 3 വർഷം IPL ചെയർമാനും കമ്മീഷണറും 2008 2016 വരെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് വൈസ് പ്രസിഡന്റ്, പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റു ന്യൂസിലേക്ക് പോകാം. ലോ ഫ്ലോർ ബസ് പാഞ്ഞു കയറി ആന്ധ്ര ക്രിക്കറ്റ് താരങ്ങൾക്ക് ദാരുണാന്ത്യം എന്ന് പറഞ്ഞൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. KSRTC സ്റ്റാൻഡിലെ പ്ലാറ്റ്ഫോമിലേക്ക് AC ലോ ഫ്ലോർ ബസ് പാഞ്ഞു കയറി 2 അന്ധരായ ക്രിക്കറ്റ് താരങ്ങൾ തൽക്ഷണം മരിച്ചു. 2 പേർക്കും പരിക്കേറ്റു. പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്രാഗൺ സ്റ്റാർസ് എന്ന അന്ധ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനും മാനേജറുമായ ചെർപ്പുളശ്ശേരി നെല്ലായി കുന്നിശ്ശേരിയിൽ രജീഷ്, സഹതാരം തൃത്താല പരതൂർ, മംഗലം നിരപ്പറമ്പിൽ വിനോദി എന്നിവരാണ് ദാരുണമായി മരിച്ചത് എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ ന്യൂസും കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത്, വിമാനത്താവള വെടിവെപ്പ്, 4 CISF ഭടന്മാർ അറസ്റ്റിൽ എന്നൊരു ന്യൂസാണ്. കോഴിക്കോട് കരിപ്പൂർ കോഴിക്കോട് വിമാനത്താവളത്തിലെ ആക്രമണ സംഭവത്തിൽ 4 CISF ഭടന്മാർ അറസ്റ്റിൽ. വിമാനത്താവളത്തിന് ഏർപ്പെടുത്തിയ സുരക്ഷ തുടരണമെന്നും കേരള പോലീസിനോട് എയർപോർട്ട് അതോറിറ്റി ഭടന്മാരുടെ കൂട്ടസ്ഥലമാറ്റം അന്വേഷണത്തെ ബാധിക്കാതിരിക്കാനുള്ള സഹകരണം സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും CISF ഉന്നതന്റെ ഉറപ്പ്. വെടിവെപ്പ് സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയ CISF SI സീതാറാം ചൗധരിയുടെ മേൽ മർദ്ദനക്കുറ്റവും ചുമത്തി ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു എന്നും പറഞ്ഞാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത്, ആൾക്കൂട്ടത്തിൽ തനിയെ കൊണ്ടൊരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. കനത്ത വെള്ളപ്പൊക്കത്തിൽ ജോർജിയയുടെ തലസ്ഥാന നഗരമായ ടിബിലിസിലെ മൃഗശാലയിൽ മതിലുകൾ തകർന്നതോടെ നഗരമധ്യത്തിലെത്തിയ ഹിപ്പോപ്പൊട്ടാമസിനെ മയക്കുവെടി വെച്ച് ശാന്തനാക്കിയ ശേഷം തള്ളിക്കൊണ്ടുപോകുന്ന നാട്ടുകാർ. കടുവയും സിംഹവും അടക്കം 30-ലേറെ വന്യമൃഗങ്ങൾ തെരുവിലിറങ്ങിയതോടെ ആരും വീടിന് പുറത്തിറങ്ങരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ 3 മൃഗശാല ജീവനക്കാർ അടക്കം 10 പേർ മരിച്ചു. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കാണ് ജോർജിയ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത്, സ്ഥലം ലഭ്യമാക്കാൻ മുന്നിൽ നിൽക്കും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. സ്ഥലമുടമകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കും. കരിപ്പൂർ നെടുമ്പാശ്ശേരി വിമാനം അനുവദിക്കണമെന്നൊരു ന്യൂസാണ്. കരിപ്പൂർ വിമാനത്താവളം നവീകരണ പ്രവർത്തനങ്ങളും ആവശ്യമായ സ്ഥലമെടുപ്പും വേഗത്തിലാക്കണമെന്ന് മുസ്ലിം ലീഗ്. റൺവേ വികസിപ്പിക്കാൻ സ്ഥലമെടുപ്പിന് ആവശ്യമായ എല്ലാ സഹായവും പാർട്ടി നൽകും. റീകാർപ്പറ്റിംഗ് പെട്ടെന്ന് തീർക്കുന്നത് ഉറപ്പാക്കാൻ ഉതകുന്ന പ്രവൃത്തി കലണ്ടർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസുള്ളത്, കണ്ണൂർ സലീം അപകടത്തിൽ മരിച്ചു എന്നൊരു ന്യൂസാണ്. കണ്ണൂർ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ സലീം 55 വയസ്സായിരുന്നു, വാഹനാപകടത്തിൽ മരിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെ ചാലക്കുന്നിലാണ് അപകടമുണ്ടായത്. അതുപോലെ കണ്ണൂരിൽ നിന്ന് മുഴപ്പിലങ്ങാട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെ ചാലക്കുന്ന് ഇറക്കത്തിൽ വെച്ച് സലീം സഞ്ചരിച്ച കാറിൽ എതിരെ വന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ കണ്ണൂർ AKG ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലളിത് മോദിയുടെ വിസയ്ക്കായി ഇടപെട്ടു സുഷമ സ്വരാജ് വിവാദത്തിൽ എന്നും പറഞ്ഞൊരു ന്യൂസും കൊടുത്തിട്ടുണ്ട്. എന്നാലും മറ്റ് ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ, മറ്റ് പ്രധാനപ്പെട്ട മറ്റു ന്യൂസുകളിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ,
മറ്റൊരു ന്യൂസ് ഉള്ളത് കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം തീരക്കടലിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന 47 ദിവസ ട്രോളിംഗ് നിരോധനം തുടങ്ങി. വിഴിഞ്ഞം, നീണ്ടകര, ശക്തികുളങ്ങര, ആലപ്പുഴ, ഫോർട്ട് കൊച്ചി, കൊടുങ്ങല്ലൂർ, പൊന്നാനി, താനൂർ, ബേപ്പൂർ, തലശ്ശേരി, അഴീക്കൽ തുടങ്ങി പ്രധാന തുറമുഖങ്ങളിലെല്ലാം ഫിഷറീസ് ഉദ്യോഗസ്ഥരെത്തി ചങ്ങലകെട്ടി യന്ത്രവൽകൃത മത്സ്യബന്ധന പൂർണ്ണമായും തടഞ്ഞു. പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ ഇനിയുള്ള 47 ദിവസം മത്സ്യബന്ധനം അനുവദിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. നമ്മൾ ഇനി UAE ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. നമ്മുടെ ഇനി ഗൾഫ് ന്യൂസുകൾ, പ്രധാനപ്പെട്ട ഗൾഫ് ന്യൂസുകൾ വായിക്കുകയാണെങ്കിൽ വാഹനാപകടം അറിയിക്കാൻ e-കോൾ എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ദുബായ് അപകടം നടന്ന ഉടൻ അധികൃതരെ അറിയിക്കാൻ വാഹനങ്ങളിൽ സൗകര്യം വരുന്നു. e-കോൾ എന്ന പേരിലുള്ള പുതിയ വിദ്യ അനുസരിച്ചാണിത്. വാഹനം തന്നെ സ്വയം ഏറ്റവും അടുത്ത സഹായ കേന്ദ്രത്തിലേക്ക് വിവരം നൽകും. അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന്റെ വിവരങ്ങളും സന്ദേശത്തോടൊപ്പം തത്സമയം അവിടെ എത്തും. ഇതോടെ സുരക്ഷാ പ്രവർത്തകർക്ക് എത്രയും പെട്ടെന്ന് സ്ഥലത്ത് കുതിച്ച് എത്താനാവും എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് റാസൽ ഖൂറിൽ തീപിടുത്തം എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ്. റാസൽ ഖൂറിൽ തീപിടുത്തം. റാസൽ ഖൂറിലെ വ്യവസായ കേന്ദ്രത്തിൽ ഒരു വെയർഹൌസ് തീപിടുത്തത്തിൽ നശിച്ചു. ഡിസർട്ട് റൂഫിംഗ് ആൻഡ് ഫ്ലോറിംഗ് കമ്പനിയുടെ വെയർഹൌസിനാണ് തീപിടിച്ചത്. തീ പടരുന്നതിനു മുമ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതായി അഗ്നിശമന സേന വിഭാഗം അറിയിച്ചു എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് ഉള്ളത് പൊണ്ണത്തടിക്ക് കാരണം ക്രമരഹിത ഭക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കൊടുത്തിരിക്കുന്നു. അബുദാബി പൊണ്ണത്തടിക്കും പ്രമേഹത്തിനും കാരണം ക്രമരഹിതമായ ഭക്ഷണമാണെന്ന് ഡോക്ടർമാർ. യൂണിവേഴ്സൽ ആശുപത്രി റംസാനിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഏകദേശം 34 ലക്ഷം മുതിർന്നവരാണ് പൊണ്ണത്തടി മൂലം വിവിധ രോഗങ്ങൾക്കടിമയായി മരണത്തിനു കീഴടങ്ങുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും അമിതവണ്ണവും ദുർമേധസ്സും മൂലം ബുദ്ധിമുട്ടുന്നവരുടെ രോഗബാധിതരായി ചികിത്സ തേടുന്നവരാണ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ക്യാമ്പയിൻ എന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് ക്രെഡിറ്റ് കാർഡ് വഴി കടക്കിണിയിലകപ്പെട്ട മലയാളിക്ക് നിയമ സഹായം തുണയായി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണുള്ളത്. ജോലി ചെയ്ത് സ്ഥാപനം പെട്ടെന്ന് പിരിച്ചുവിട്ടതു മൂലം ക്രെഡിറ്റ് കാർഡ് ബാധ്യതയിൽ അകപ്പെട്ട മലയാളിക്ക് നിയമസഹായം തുണയായി. കൊല്ലം പാരിപ്പള്ളി സ്വദേശി രാധാകൃഷ്ണനാണ് ഷാർജയിലെ അലി ഇബ്രാഹിം അഡ്വക്കേറ്റ്സിലെ നിയമവിദഗ്ധരുടെ സൗജന്യ നിയമസഹായം മൂലം വലിയ കടക്കിണിയിൽ നിന്നും രക്ഷപ്പെട്ടത്. 2007 ദുബായിൽ ഒരു ഫർണിച്ചർ ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോഴാണ് രാധാകൃഷ്ണൻ UAEയിലെ പ്രധാന ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് തരപ്പെടുത്തിയത്. ഭേദപ്പെട്ട ശമ്പളമുള്ളതിനാൽ അപേക്ഷിച്ചയുടൻ കാർഡ് ലഭിക്കുകയും ചെയ്തു. പിന്നീട് കാർഡ് ഉപയോഗിക്കുന്നതിനു അനുസരിച്ച് പണം അടയ്ക്കുകയും ചെയ്തു പോരുന്നതിനിടയിൽ 2010 ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോകേണ്ടതായും വന്നു. ആ സമയം 4000 ദിർഹം ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കാനുണ്ടായിരുന്നുവെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ പിന്നീട് 2012 അജ്മാനിലെ മറ്റൊരു കമ്പനിയിൽ ചുരുങ്ങിയ ശമ്പളത്തിന് കാർപ്പൻറ്ററായി ജോലിക്ക് വരികയായിരുന്നു. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ നാട്ടിൽ പോവുകയും അവധി കഴിഞ്ഞ് തിരിച്ചു ഷാർജ എയർപോർട്ടിൽ വിമാനമിറങ്ങിയപ്പോൾ അവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ആ സമയം കാര്യം അന്വേഷിച്ചപ്പോഴാണ് ക്രെഡിറ്റ് കാർഡിലെ പണം അടയ്ക്കാത്തതിന്റെ പേരിൽ ബാങ്ക് കേസ് കൊടുത്ത വിവരം രാധാകൃഷ്ണൻ അറിയുന്നത്. പിന്നീട് ദുബായ് ഖിസൈസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ ഇദ്ദേഹം സ്വന്തം പാസ്പോർട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. പക്ഷേ നിശ്ചിത സമയത്തിനുള്ളിൽ ബാങ്കുമായുള്ള ബാധ്യത തീർക്കാതെ ജോലി തുടരാൻ കഴിയില്ലെന്ന് അധികൃതർ ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. എന്നാൽ ഇത്രയും സംഖ്യ എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന പ്രയാസത്തിൽ നിൽക്കുമ്പോൾ സൗജന്യ നിയമസഹായത്തെ പറ്റി ശ്രദ്ധയിൽപ്പെട്ട പരസ്യമുഖേന സാമൂഹിക പ്രവർത്തകനായ സലാം പാപ്പിനിശ്ശേരിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് അലി ഇബ്രാഹിം അഡ്വക്കേറ്റ്സിലെ ലീഗൽ കൺസൾട്ടന്റ് KS അരുൺ വഴി ബാങ്ക് നൽകിയ കേസിൽ കോടതിയിൽ തീർപ്പ് കൽപ്പിച്ച് കിട്ടാനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയായിരുന്നു. ഇതുവഴി പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ തിരിച്ചു ലഭിക്കുന്നതിനും കടബാധ്യതയിൽ നിന്നും മറ്റും ശിക്ഷ നടപടിയിൽ നിന്നും ഒഴിവാകാനും ആവശ്യമായ സൗജന്യ സഹായം ലഭിച്ചുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും ഡീറ്റെയിൽ ആയി കൊടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലേ. എന്തായാലും എവിടെ ചെന്നാലും നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ശ്രദ്ധിക്കുക അതൊക്കെ. പിന്നെ മറ്റൊരു ന്യൂസ് ഉള്ളത് 1.03 ലക്ഷം വഴി യാത്രക്കാർക്ക് ഇഫ്താർ കിറ്റുമായി അബുദാബി പോലീസ് എന്നൊരു ന്യൂസാണ്. പുണ്യമാസത്തിൽ വഴിയാത്രക്കാർക്ക് നോമ്പ് തുറക്കുന്നതിനായി അബുദാബി പോലീസ് വിപുലമായ സംവിധാനം ഏർപ്പെടുത്തുന്നു. വിവിധ ഭാഗങ്ങളിലായി 1.03 ലക്ഷം പേർക്ക് സമ്പൂർണ്ണ ഇഫ്താർ കിറ്റുകളാണ് പോലീസ് ഒരുക്കുന്നത്.
ദീർഘദൂര പാതകളിലും പ്രധാന വീതികളിലും പോലീസ് തങ്ങളുടെ വിഭവസമൃദ്ധമായ ഇഫ്താർ കിറ്റുകളുമായി നോമ്പുകാരനെ കാത്തുനിൽപ്പുണ്ടാകും. അബുദാബി, അലൈൻ, പശ്ചിമ പ്രവിശ്യ എന്നിവിടങ്ങളിലാണ് പോലീസ് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുക എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് ഇരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് റോഡുകളിൽ പാർക്ക് ചെയ്യുന്നത് വിലക്കിയെന്നൊരു ന്യൂസാണ്. അബുദാബി റംദാനിൽ തറാവിഹ് നമസ്കാരത്തിന് മറ്റുമായി റോഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പോലീസ് കർശനമായി വിലക്കി. വിവിധ സമയങ്ങളിൽ വിശിഷ്ട തറാവിഹ് നമസ്കാര സമയത്ത് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന വിധത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പലയിടങ്ങളിലും പതിവായി കാണുന്ന കാഴ്ചയാണ്. എന്നാൽ ഈ വർഷം മുതൽ ഇത്തരം പ്രവണത അനുവദിക്കുകയില്ലെന്ന് പോലീസ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ എന്ന് പറഞ്ഞൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. അബുദാബി തന്നെയാണ് സംഭവം. സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ അഫ്ഗാനിസ്ഥാൻ പൗരനായ യുവാവിനെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തു. അബുദാബി സംഹയിലാണ് കൊലപാതകം അരങ്ങേറിയതെന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ന്യൂസും കൊടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലായിടത്തും റംദാനെ വരവേൽക്കാൻ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞുള്ള ന്യൂസ് തന്നെയാണ്. റംദാനെ വരവേൽക്കാൻ ദേര ഇഫ്താർ ടെൻറ്റ് എന്നൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. റംദാൻ ആഗതമാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശ്വാസി സമൂഹം വിശുദ്ധമായ പുണ്യദിനങ്ങളെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. ദുബായ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും റംദാനിൽ നടത്തിവരുന്ന ഇഫ്താർ ടെന്റ് കഴിഞ്ഞ വർഷം മുതൽ ഹോളാൻഡ്സ് ബസ് സ്റ്റോപ്പിനു സമീപം 1200ഓളം പേർക്ക് ഇഫ്താറിന് സൗകര്യമൊരുക്കിയിരുന്നു എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. അതുപോലെ തന്നെ ഒരു ന്യൂസ് ഉള്ളത് ഈ റംസാനിലെ ജോലി സമയം സർക്കാർ മേഖലയിലെ റംസാനിലെ ജോലി സമയം 9 മുതൽ 2 മണി വരെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അബുദാബി, UAE വിവിധ മന്ത്രാലയങ്ങൾ, ഫെഡറൽ അതോറിറ്റി സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ റംസാൻ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ ഉച്ച കഴിഞ്ഞ് 2 വരെ ആയിരിക്കുമെന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. UAE വിദ്യാഭ്യാസ മന്ത്രിയും ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ചെയർമാൻ ഹുസൈൻ ബിൻ ഇബ്രാഹിം അൽ ഹമാദിയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് 1 കോടി വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഷാർജ ടൂറിസം എന്നൊരു ന്യൂസാണ്. 1 കോടി സന്ദർശകരെ വരവേൽക്കാനുള്ള പദ്ധതിയുമായി ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി ഹോട്ടൽ മേഖലയിലെ ജീവനക്കാർക്ക് പരിശീലന പദ്ധതി ആരംഭിച്ചു. ഷാർജ ടൂറിസം വിഷൻ 2021 ഭാഗമായാണ് പരിശീലനം. വിനോദസഞ്ചാരികൾ, സന്ദർശകർ തുടങ്ങിയവരുമായി നേരിട്ട് ഇടപഴകുന്ന റിസപ്ഷനിസ്റ്റ്, കസ്റ്റമർ സർവീസ് പ്രതിനിധികൾ തുടങ്ങിയവർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് എന്നും പറഞ്ഞിട്ടാണ് അതിൻ്റെ ന്യൂസും കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത് ടാക്സിക്കാർക്കായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ടാക്സി ഡ്രൈവർമാർക്കാണ് പരിശീലനം നൽകിയത്. ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചേർന്നായിരുന്നു പരിശീലനം. ഉപഭോക്താക്കൾക്ക് ആനന്ദകരമായ പെരുമാറ്റം ലഭ്യമാക്കാനും ഷാർജ ടാക്സിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും പരിശീലനം ലക്ഷ്യമിട്ടു എന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് ഖത്തർ പെട്രോളിയത്തിൽ കൂട്ട പിരിച്ചുവിടൽ എന്നൊരു ന്യൂസാണ്. ദോഹ രാജ്യത്തെ പ്രമുഖ എണ്ണ കമ്പനിയായ ഖത്തർ പെട്രോളിയം പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി ജീവനക്കാരെ കുറിച്ചു തുടങ്ങി. 3 ആഴ്ചക്കിടെ മലയാളികൾ ഉൾപ്പെടെ 1000-ലേറെ പേർക്ക് നോട്ടീസ് ലഭിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കും നോട്ടീസ് നൽകുമെന്നും അഭ്യൂഹം പറഞ്ഞതോടെ ആയിരക്കണക്കിന് പ്രവാസികൾ ആശങ്കയിലാണ്. ക്യൂപിയുടെ സഹോദര സ്ഥാപനങ്ങളായ റാസ് ഗ്യാസ്, ഖത്തർ ഗ്യാസ് എന്നിവിടങ്ങളിലും 250-ലേറെ പേർക്കും നോട്ടീസ് ലഭിച്ചു. എണ്ണവില ഇടിവിനെ തുടർന്ന് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ എന്നും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ന്യൂസും കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എന്താ പറയുക ഗൾഫിലെ ന്യൂസുകൾ. ഇതൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മുടെ പുണ്യമാസമായ റംസാൻ്റെ ആഘോഷങ്ങളിലൊക്കെ തിരക്കിൽ എന്താണെന്ന് വെച്ചാൽ അതിന് വരവേൽക്കാനുള്ള ഒരു തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ന്യൂസ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ട എല്ലാ ന്യൂസുകളിലേക്കും നമ്മൾ പോയി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ ഇതുപോലെ പ്രധാനപ്പെട്ട പത്രവാർത്തകളിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് പുതിയ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്നതൊക്കെ ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും ഹലോ ഗുഡ് മോർണിംഗിൽ കാണാം. നന്ദി, നമസ്കാരം.